സന്യാസ ജീവിതത്തിൽ 50 വർഷങ്ങൾ പിന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതവും സന്തോഷവും ആനന്ദവും സംതൃപ്തിയും ഞാൻ ആസ്വദിക്കുന്നു. അതിന് എൻ്റെ സർവശക്തനായ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. സംഗീത മേഖലയിൽ എന്നെ പഠിപ്പിക്കുകയും വളർത്തുകയും അതിൽ ഉയരാൻ എന്നെ സഹായിക്കുകയും എൻ്റെ ഗാനങ്ങൾ ആസ്വദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എൻ്റെ എല്ലാ അധികാരികളെയും ഉപവി സന്യാസിനി സമൂഹാംഗങ്ങളെയും ഏറെ പ്രത്യേകമായി എന്നെ ഈ സംഗീത മേഖലയിലേക്ക് പഠിപ്പിക്കുവാൻ പറഞ്ഞയച്ച മൺമറഞ്ഞുപോയ ബഹുമാനപ്പെട്ട ഗ്രേസമ്മയെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഉപവി സന്യാസിനി സമൂഹത്തിൽ അംഗമായിരിക്കുന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ അത് ഉപവി സന്യാസിനി സമൂഹത്തിൽ തന്നെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉപവി സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകൻ ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ്റെ മഹത്വീകരണത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് കാരുണ്യരൂപനേ സ്നേഹസ്വരൂപനേ മനക്കാമ്പിൻ ചിന്തയിൽ മുട്ടിട്ടൊരീ ദിനം ജീവിത ചരിത്രത്തിൽ കനകാക്ഷരങ്ങളിൽ ആലേഖനം ചെയ്യും ഞാൻ, ആലേഖനം ചെയ്യും ഞാൻ. കാരുണ്യരൂപനേ സ്നേഹസ്വരൂപനേ മനക്കാമ്പിൻ ചിന്തയിൽ മുട്ടിട്ടൊരീ ദിനം ജീവിത ചരിത്രത്തിൽ കനകാക്ഷരങ്ങളിൽ ആലേഖനം ചെയ്യും ഞാൻ, ആലേഖനം ചെയ്യും ഞാൻ. വിതയത്തിൽ കുഴുക്കുള്ളിക്കാരൻ ഇനാശു റോസ ദമ്പതികളുടെ 7ാമത്തെ മകളായി ഭൂജാതയായി. 9 മക്കളിൽ 5 പേരും ഈശോയ്ക്ക് സമ്പൂർണ്ണ സമർപ്പണം ചെയ്തു. 5 പേരിൽ 2 പേർ സ്വർഗത്തിൽ നിത്യാനന്ദം അനുഭവിക്കുന്നു. സമ്പൂർണ്ണ സമർപ്പണത്തിനായി സന്യാസത്തിലേക്ക് പ്രവേശിച്ചത് 1973 1976 തിരുവനന്തപുരത്ത് ശ്രീ സ്വാതി തിരുനാൾ മ്യൂസിക് കോളേജിൽ ഗാനഭൂഷണം പാസ്സായി. 1982 ചൊവ്വന്നൂർ സ്കൂൾ അധ്യാപികയായി. നല്ലൊരു ഗായികയും ടീച്ചറുമായിരുന്നു സിസ്റ്റർ. അനേകം കുട്ടികളെ ഡാൻസും പാട്ടും പാഠ്യേതര വിഷയങ്ങളായ സ്കൗട്ടിനും ഗൈഡിനും കുട്ടികൾക്ക് പരിശീലനം നൽകിയിരുന്നു. കുട്ടികൾക്ക് സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കൊടുക്കുവാനും അതീവ തൽപരയായിരുന്നു. കൂടാതെ പാട്ട് ട്യൂൺ ചെയ്യുവാനുള്ള കഴിവുമുണ്ട്. ഫാറ്റിമ SRC കോലടി നിർവൃതി എന്നീ കോൺവെൻറ്റുകളിൽ മദറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നല്ലൊരു സന്യാസ പരിശീലക കൂടിയായിരുന്നു സിസ്റ്റർ. 6 ബാച്ച് അർത്തിനികളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഏതൊരു കമ്മ്യൂണിറ്റിയിലായിരിക്കുമ്പോഴും സന്തോഷത്തിൻ്റെ നിറകുടമായിട്ടാണ് കണ്ടിട്ടുള്ളത്. തൃശ്ശൂർ രൂപതയുടെ കൊയറിലും സന്യാസവ്രത വാഗ്ദാനങ്ങൾ, ജൂബിലി എന്നുവേണ്ട ചാരിറ്റി സഭയുടെ എല്ലാ കാര്യങ്ങളിലും ഗാനകോകിലമായി തീർന്നിട്ടുണ്ട്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, ചിരിപ്പിക്കുക എന്നീ കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. അധികാരികളോട് വളരെയധികം കീഴ്വഴക്കമുള്ള വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്ന സ്നേഹത്തിൻ്റെ വക്താവായിട്ടാണ് മറ്റു സഹോദരിമാർക്ക് അനുഭവപ്പെട്ടിരുന്നത്. ദൈവാനുഗ്രഹത്തിൻ്റെ 100 സാക്ഷ്യങ്ങൾ നീക്കി നിറച്ച് എഴുതിയിരിക്കുന്ന ഒരു ചുരുളായിരുന്നു ഈ പിന്നിട്ട 50 വർഷങ്ങൾ. ഈ ചുരുള് നിവർത്തി
പുത്തൻ ആത്മപ്രകാശത്താൽ നിറയാനും നന്ദിയുടെ പുത്തൻ സങ്കീർത്തനങ്ങൾ ആലപിക്കാനും സിസ്റ്ററിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയുള്ള ആയുസ് മുഴുവനും കൃതജ്ഞതയുടെ ഗീതങ്ങൾ ആലപിച്ച് സന്യാസവാടിയിൽ പ്രശോഭിക്കാൻ തമ്പുരാൻ ആയുരാരോഗ്യങ്ങൾ നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.